ബാക്ക് ടു ബീനമാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മളെ വീഡിയോ ഇൻട്രോ ആണ്. നിങ്ങൾക്ക് അറിയാലോ ഇതിനകത്ത് എത്രയൊക്കെ സൂപ്പർ ഹാപ്പി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും എനിക്കറിയാം നമ്മൾ കുറെ ആൾക്കാർ വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന്റെ വിഷമം നമുക്കും ഉണ്ട്. അപ്പൊ എന്ന് വെച്ച് നമുക്ക് നമ്മളെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല എല്ലാവർക്കും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾക്കും അവിടെ സംഭവിച്ച എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹെൽപ്പ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അതിന്റെ കൂടെ നമ്മളെ കാര്യങ്ങളും കൂടെ കൊണ്ടുപോവാന്നുള്ളതാണ്. അപ്പൊ അത് എല്ലാം പെട്ടെന്ന് റെഡി ആയിട്ട് എങ്ങനെയാണോ റെഡി ആയിട്ട് വരാൻ പറ്റുന്നത് അത്രയും നല്ല രീതിയിൽ അത് എല്ലാം റെഡി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മളെ ഒരു സന്തോഷം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ചാനൽ ഇപ്പൊ 50K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയണമെന്നുണ്ട്. അത്രയും സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോനകത്ത് എന്റെ സന്തോഷം എക്സ്പ്രസ് ചെയ്തിട്ട് ബാക്കിയുള്ളവർ എങ്ങനെ അത് എടുക്കും എന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും എനിക്കിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. കാരണം ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഒന്നും അല്ലാണ്ടായി പോകുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. കാരണം നിങ്ങളുടെ അടുത്താണ് നന്ദി പറയാനുള്ളത്. ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് എനിക്ക് 9-10 മാസമാണ് ആയത്. 10-11 മാസം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് 50K സബ്സ്ക്രൈബേഴ്സ് ആയത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിന്റെ താഴെ വന്നിട്ട് എനിക്ക് തരുന്ന പോസിറ്റീവ് എനർജി ആയിക്കോട്ടെ, എനിക്ക് തരുന്ന സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ നമ്മൾ ഒരു 50K 50,000 ആൾക്കാർ, നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു 50,000 ആൾക്കാർ നിരന്ന് നിൽക്കുമ്പോ എത്ര വലിയ ആൾക്കാർ, 1-2 ആണെങ്കിൽ ഓക്കെ, 50,000 ആൾക്കാർ എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള നമ്പർ ആണല്ലോ. അപ്പൊ അത്രയും സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്ര പെട്ടെന്ന്. എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ 50K ആവൂല എന്നൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്നല്ല, ആവുമായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് 50,000 സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് മൊത്തത്തിൽ നിങ്ങളുടെ ക്രെഡിറ്റ്സ് ആണ്. ഞാൻ വീഡിയോ ഇടുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കത് കിട്ടിയത്. അപ്പൊ എന്തായാലും ഭയങ്കരമായിട്ടുള്ള താങ്ക് യു ഉണ്ട്. സായുജും കൂടെ ഇവിടെ വന്ന് നിൽക്കേണ്ടതായിരുന്നു. പക്ഷെങ്കിൽ സായുജിന് വേറെ കുറെ വർക്കുകൾ ഉള്ളത് കൊണ്ട് സായുജിന് വരാൻ പറ്റിയില്ല. അപ്പോ ഭയങ്കര സന്തോഷമാണ്. ഇനി അങ്ങോട്ടേക്കും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നല്ല നല്ല വീഡിയോസും നല്ല നല്ല കണ്ടന്റ്സും നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ചാനൽ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര, നമ്മൾക്കിപ്പോ 50,000 സബ്സ്ക്രൈബേഴ്സ് ആയി. പക്ഷെ അതിന് മുന്നേ തന്നെ എനിക്ക് കിട്ടിയ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമന്റ്സ്. ഞാൻ പറയാറില്ല, എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ തരുന്ന കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റിവിറ്റി നിറഞ്ഞ കമന്റ്സ് ആണ് നിങ്ങൾ എനിക്ക് തരുന്നത്. അതാണ് എന്നെ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു സാധനം. എത്ര ടയേർഡായിട്ടിരിക്കുകയാണെങ്കിലും ഞാൻ വിചാരിക്കും, അയ്യോ നമ്മളെ പറ്റി മേഘ്ന എന്താ ഇത്ര ദിവസം വീഡിയോ ഇടാത്ത, ഞാനൊരു പുതിയ വീഡിയോ ഇട്ടത് ഒരു 6-7 ദിവസത്തിന് ശേഷം ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാല് അതിന്റെ താഴെ വന്നിട്ട് ചോദിക്കും, മേഘ്ന ഇത്ര ദിവസം എവിടെ ആയിരുന്നു ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വീണ്ടും അത് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇപ്പൊ കുറച്ച് ലാഗ് വന്നു പോയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറെ കുറച്ച് ഷൂട്ടും പിന്നെ സുഖവും ഇല്ലായിരുന്നു, ചുമയും പനിയൊക്കെ ആയി. നൈതിക്കുട്ടന്റെ കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയി ഇങ്ങനെ ഒരു സൈഡിലൂടെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ ലാസ്റ്റിയുടെ വീഡിയോയിലൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അത് പറയാണ്ടിരിക്കാൻ പറ്റൂല. അപ്പോ വേറെ ഒരു കാര്യം എന്താ പറയാന്ന് വെച്ചാൽ, ഞാനിപ്പം നമ്മളെ ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്റെ ഫ്രണ്ട്സ് നമ്മളെ റീലൊക്കെ റീഷെയർ ചെയ്യുന്ന സമയത്ത്, എന്റെ റീല് റീഷെയർ ചെയ്ത് അവരുടെ സ്റ്റോറിയിലൊക്കെ ആക്കുന്ന സമയത്ത് അവരുടെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാർ വന്ന് ചോദിക്കുകയാണ്, ഇവരെ അറിയോ, നിങ്ങൾക്ക് ഇവരുമായിട്ട് എന്താണ് റിലേഷൻ, ഫാമിലി ആണോ ഫ്രണ്ട് ആണോ എന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ എന്റെ ഫ്രണ്ട്സ് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചുതരും, ഇന്നയാൾ നിന്നെ പറ്റി ഇങ്ങനെ ചോദിച്ച രീതി, അത് നിങ്ങളുടെ ഫ്രണ്ട് ആണോ. പിന്നെ ഞങ്ങൾ ഇപ്പൊ അടുത്തൊരു ഷൂട്ടിന് പോയപ്പം അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന ആ കുട്ടീന്റെ ചേച്ചിക്ക് നമ്മള് പ്രൊഫൈൽ അയച്ചു കൊടുത്തപ്പോ പറഞ്ഞു, ഈ വീഡിയോ ഞാൻ ഓൾറെഡി കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതായത് നമ്മളെ ആൾക്കാർ അറിയുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് ഒരു റിസൾട്ട്. അതിപ്പോ നമുക്ക് വലിയ പേയ്മെന്റോ കാര്യങ്ങളോ അതൊന്നുമല്ല, നമ്മളെ ആൾക്കാരിലേക്ക് എത്തുന്നത്, അത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഗ്രോ ചെയ്ത് വരുമ്പോൾ ആൾക്കാരിലേക്ക് നമ്മൾ എത്തുന്നത്, നമ്മളെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ആ കുറെ റീസൺസ്
സപ്പോർട്ട്സ് ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പൊ ഭയങ്കര സന്തോഷമാണ്. എന്താണ് അതിൽ കൂടുതൽ പറയേണ്ടതെന്ന് അറിയില്ല. എന്താണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തി. അപ്പൊ ഇനി മുന്നോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റുള്ളൂ. അപ്പൊ ഇനിയും അങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി കുറെ ഗിവ് അവേയും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ആദ്യത്തെ ഗിവ് അവേ എന്തായി നിങ്ങൾ ഇതുവരെ എന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. അതൊക്കെ ഒരു നീണ്ട കഥയാണ്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു Q&A 50K ആയതിന്റെ ഒരു Q&A ഞാൻ ഫസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു 14K അങ്ങനെ എത്രയോ ഉള്ളപ്പോൾ 8K അങ്ങനെ എപ്പോ ഉള്ളപ്പോഴാണ് ഞാൻ സായുജും കൂടെ ഒരു Q&A ചെയ്തത്. അപ്പൊ ഇപ്പൊ 50K ആയി. ഇനി ഒരു Q&A പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ആണോ ചോദിക്കേണ്ടത് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ അതിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഞാനൊരു Q&A ചെയ്യുന്നതായിരിക്കും. എന്ത് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളത് എന്നെ പറ്റിയിട്ടാണെങ്കിലും സായുജിനെ പറ്റിയിട്ടാണെങ്കിലും ഞങ്ങളെ രണ്ടുപേരെ പറ്റിയിട്ടാണെങ്കിലും നൈതികൂട്ടനെ പറ്റിയിട്ടാണെങ്കിലും എന്താണെങ്കിലും ശരി, ഞങ്ങളെ റിലേറ്റ് ചെയ്യുന്ന എന്തൊരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളത് ചോദിച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ട് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോ ഇത്രയും എനിക്ക് പറയാനുള്ള, സത്യം പറഞ്ഞ ഒരു കുഞ്ഞു വീഡിയോ ആണ്, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്റെ ഒരു സന്തോഷം നിങ്ങളിലേക്ക് അറിയിക്കണം. കാരണം 50K ആയിട്ട് ഞാൻ വന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അഹങ്കാരമായി പോകും. അതുകൊണ്ടാണ് നിങ്ങൾ മുന്നേ 50K ആയ അന്ന് തന്നെ വന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് സൗണ്ടിനൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. തലവേദനയും തൊണ്ടവേദനയും ചുമയൊക്കെ ആയിട്ട് ഞാൻ നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വരാൻ പറ്റുന്നത്. ഇൻസ്റ്റഗ്രാമിൽ മാത്രം സ്റ്റോറി അപ്ലോഡ് ചെയ്തു. പിന്നെ കമ്മ്യൂണിറ്റി ടാബിലൊന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നേരിട്ട് വന്ന് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. ലൈവിൽ വരണമെന്നും കൂടി ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ലൈവിലൊന്നും വരാണ്ടിരുന്നത്. അപ്പൊ നമുക്കിനി ലൈവ് വരണം, Q&A പോസ്റ്റ് ചെയ്യാനുണ്ട്, ഗിവ് അവേസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പൊ ഇനി ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ടേക്കും തരും. അപ്പൊ ഇത്രയേ ഉള്ളൂ.